വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ രാവിലെ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഞങ്ങളോട് ഓൾറെഡി വാൺ ചെയ്തിരുന്നു പ്രോപ്പറായിട്ട് കോട്ടും ഗ്ലൗസ് ഒക്കെ ഇടാൻ. ഇതെല്ലാം കരുതിയത് ഭയങ്കര നന്നായും തോന്നി. കാരണം ഇതൊക്കെ ഇട്ടിട്ടും ഒടുക്കത്തെ തണുപ്പായിരുന്നു. സ്പെഷ്യലി നമ്മൾ ടൂ വീലറിൽ പോകുമ്പോൾ ഭയങ്കര കാറ്റായിരിക്കുമല്ലോ. ഇച്ചിരി വെള്ളം കുടിക്കായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. വി ആർ ഗോയിങ് ടു ബാഹുബലി ഹിൽസ്. ഉദയ്പൂരിലെ കുറേ വ്ളോഗ് ഞാൻ റിസർച്ച് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ആരും ഞാൻ ഈ ഒരു പ്ലേസ് കവർ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഈ കാണുന്നതല്ല കേട്ടോ ബാഹുബലി ഹിൽസ്. ഓൺ ദ വേ സൺറൈസ് കാണാനുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതും കൂടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ബാഹുബലി ഹിൽസിലേക്ക് പോകുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ ബി ഏബിൾ ടു കവർ ദിസ് ഇഫ് നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ. ഞങ്ങൾ ഹോസ്റ്റലിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ ഒപ്പം ഈ സ്പോട്ട് അറിയാവുന്ന അവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ ഒപ്പമാണ് വന്നത്. ഹോസ്റ്റലിൻ്റെ നെയിമും ഡീറ്റെയിൽസും വീഡിയോസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എനിക്ക് ഈ സ്കൈ, സൺറൈസ്, സൺസെറ്റ് എന്നുള്ള പ്രാന്തൊക്കെ ഉണ്ട്. ഇവിടെ വന്നാൽ എന്തായാലും ബ്യൂട്ടിഫുൾ സൺസെറ്റ്സ് കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ദിസ് വാസ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് മാജിക്കൽ. വി വർ എ ഗ്രൂപ്പ് ഓഫ് മോർ ദാൻ 12 ആൻഡ് ഈ സൺറൈസും ഈ സ്കൈയിലെ ഇങ്ങനെ കളേഴ്സൊക്കെ മാറുമ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. വി ഓൾ വർ ജസ്റ്റ് എൻജോയിങ് ദ സൺറൈസ്. ഇതിനു മുമ്പ് ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് കണ്ടത് കൊളുക്കുമലയിൽ മാത്രമാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകണം എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, ഇത് ചെയ്യണോ വേണ്ടോ എന്ന്. പക്ഷേ ഇഫ് ഐ വുഡന്റ് ഹാവ് ഡൺ ദിസ്, എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് ആയി. ദൂരെ ആ മലയുടെ മേലൊരു ബിൽഡിംഗ് പോലെ കാണുന്നില്ലേ, അതാണ് മൺസൂൺ പാലസ്. നമ്മൾ ഇന്ന് ഈവനിങ് അവിടെ പോകുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് കണ്ടതിൻ്റെ എനർജിയോടെ ഞങ്ങൾ നേരെ ബാഹുബലി ഹിൽസിലേക്ക് പോവാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നല്ല റോഡുമായിരുന്നു. ബാഹുബലി ഹിൽസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. വലിയ ട്രക്കൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞി ട്രക്ക്. ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറേ പേരെ പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെട്ട ഈ ഒരു മുതലാണ് ആ ഗ്ലാസ് ഇട്ട് പോയത്. ഹി വാസ് എക്സ്ട്രീംലി സ്വീറ്റ്. ആക്ച്വലി രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു റോഡിലൊക്കെ. അപ്പോൾ ഹി മെയ്ഡ് ഷുവർ ഞങ്ങളുടെ വണ്ടിയല്ല ലാസ്റ്റ് വരുന്നത്. ഞങ്ങളെന്ന് മാത്രമല്ല കേട്ടോ, വേറെയും ഗേൾസ് ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് സ്കൂട്ടി ഓടിച്ച് വന്നിരുന്നവർ. സോ ഹി മെയ്ഡ് ഷുവർ അവരും ലാസ്റ്റ് ഒറ്റയ്ക്കായി പോകുന്നില്ല. ഗൈസ്, ഡു യു സീ ദ സ്കൈ? ഓഹ്, ഇനിയുള്ള എല്ലാ ഫ്രെയിമിലും സ്കൈ ഭയങ്കര പ്രെറ്റിയാണ്. അങ്ങനെ നടന്ന് നമ്മളിതേ ബാഹുബലി വ്യൂ പോയിന്റിലെത്തി. ഞാൻ ഇവിടെ വന്ന വോളണ്ടിയേഴ്സിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ബാഹുബലി ഹിൽസ് എന്ന് പേര് വരാൻ കാരണം. ഐ തോട്ട് ബാഹുബലി സിനിമ ഇവിടെ എങ്ങാനും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുന്നു. പക്ഷെ അതൊന്നുമല്ല സത്യം. അവർക്കും കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. സോ ഐ ഗൂഗിൾ പ്രകാരം ഇവിടെ 300 years മുമ്പ് ബാഹുബലി എന്നുള്ളൊരു സേജ് മെഡിറ്റേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ബാഹുബലി ഹിൽസ് എന്ന് പേര് വരാൻ കാരണം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടാൻ തോന്നുന്നത് എനിക്കറിയില്ല. ഞാൻ വീണ്ടും സ്കൈ നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ലേ ഇത് തന്നെ പറയാനുള്ളൂ എന്ന്. പക്ഷേ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. എന്ത് രസമാണ് ആ ക്ലൗഡ് ബെഡ്സ് കാണാനായിട്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞി ചായക്കട ഉണ്ട്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. നമ്മൾ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ഇറ്റ് വാസ് വെരി ടേസ്റ്റി. സോ വി ഹാഡ് അവർ കച്ചോരി, ബ്രെഡ് പക്കോട എല്ലാം ഈ മഹാദേവ് ഫുഡ് ജംഗ്ഷൻ എന്നാണ്. വി കെയിം ബാക്ക് ടു ഹോസ്റ്റൽ ടു ഫ്രഷൻ അപ്പ്. പിന്നെ ഒരു റെസ്റ്റ് ഒക്കെ വേണമല്ലോ, ഇത്രയും രാവിലെ എണീറ്റതല്ലേ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഹോസ്റ്റൽ ഡീറ്റെയിൽസ്. സോ വി സ്റ്റേഡ് അറ്റ് മന്ദ്ര ഹോസ്റ്റൽ. ഞങ്ങൾ നിന്ന റൂമിൻ്റെ വീഡിയോ ആണിത്. ഒരു 8 people ഡോം റൂം ആയിരുന്നു. വളരെ സ്പേഷ്യസ് ആയ റൂമും വാഷ്റൂമും ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഭയങ്കര ക്ലീൻ ആയിരുന്നു. സോ ദ പ്രൈസ് ഫോർ 1 dorm വാസ് അറൌണ്ട് 600. അത് സീസൺ പോലെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇസ് ദിസ്, അവരുടെ റൂഫ് ടോപ്പ് ഡൈനിങ് ഏരിയ. ഇവിടെ നിന്നുള്ള വ്യൂ, അതിപ്പോൾ രാവിലെ ആയാലും നൈറ്റിലായാലും വ്യൂ ഇസ് അടിപൊളി. ആൻഡ് ഫോർ ദിസ് വ്യൂ ആൻഡ് ആക്സസിബിലിറ്റി ഐ വുഡ് സേ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി വെരി ചീപ്പ്. ആൻഡ് നിൽക്കുന്ന സ്ഥലം നോക്കിക്കേ, ഭയങ്കര എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റലുമാണ്. ഞങ്ങൾ ഈ ഹോസ്റ്റലിനെ പറ്റി അറിഞ്ഞത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. സോ ഐ എം പാസിംഗ് ദാറ്റ് സെയിം മെസ്സേജ് ടു യു ഗൈസ്. ഡു ട്രൈ സ്റ്റേയിങ് ഹിയർ ഇഫ് യു ആർ കമ്മിങ് ടു ഉദയ്പൂർ.
ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് ലഞ്ച് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് സിറ്റിയിലുള്ള ഒരു പ്ലേസ് ആണിത്, നീലം റെസ്റ്റോറൻറ്റ്. വി ബോത്ത് ഓർഡേഡ് താലി ആൻഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. വെരി അഫോർഡബിൾ ആൻഡ് അവിടുത്തെ ചേട്ടനും ചേച്ചിയൊക്കെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ഫ്രം ഹിയർ ഞങ്ങൾ നേരെ പോയത് സജ്ജൻഗഡ് പാലസ് കാണാനാണ്. ദിസ് പാലസ് ഈസ് ഓൾസോ ഫേമസ്ലി നോൺ ആസ് മൺസൂൺ പാലസ്. എന്നാൽ പിന്നെ കുറച്ച് ഹിസ്റ്ററി ക്ലാസ് ആവാല്ലേ. ഓക്കെ, സജ്ജൻ സിംഗ് എന്ന പേരുള്ള കിങ് 1884 ഈ പാലസ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പാലസിന് സജ്ജൻഗഡ് പാലസ് എന്ന് പേര് വരാൻ കാരണം. ഇത് അവിടെയുള്ള ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു മൗണ്ടൈൻ്റെ മേലെയാണ് ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാം. ഇത് ബിൽഡ് ചെയ്യാനായിട്ട് മെയിൻ 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, കിങ്ങിന് തൻ്റെ ആൻസെസ്ട്രൽ സ്ഥലമായ ചിറ്റോഗർ ഇവിടുന്ന് കാണാൻ പറ്റും. അടുത്തത്, ഇവിടുന്ന് ഇത്രയും ഹൈറ്റിലാവുമ്പോൾ ദൂരത്തുനിന്ന് മൺസൂൺ ക്ലൗഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനും പറ്റും. അതുകൊണ്ടാണ് ഈ പാലസിന് മൺസൂൺ പാലസ് എന്നും കൂടെ പേരുള്ളത്. പാലസ് എന്നൊക്കെ കേട്ടിട്ട് ഭീകര എക്സ്പെക്ടേഷനിൽ വന്നാൽ ചിലപ്പോൾ ചെറിയ ഡിസപ്പോയിൻമെന്റ് ഉണ്ടായേക്കാം. ബിക്കോസ് ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ പാലസ് എന്ന് പറയാം. ഇവിടെ ആൾക്കാർ മെയിൻ ആയിട്ട് വരുന്നത് ദേ ഈ ഇത്രയും ഹൈറ്റിൽ നിന്ന് സൺസെറ്റ് കാണാനാണ്. ഇവിടുത്തെ സൺസെറ്റ് കാണാനാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. യേ ജവാനി യേ ദിവാനി മൂവിയില്ലേ, അതിൽ രൺബീറും ദീപികയും സൺസെറ്റ് കാണുന്നത് ഈ സ്പോട്ടിലാണ്. അപ്പോൾ ദീപിക ഒരു ഡയലോഗ് പറയുന്നില്ലേ, എൻ്റെ സോളിഡ് സൺസെറ്റ് മിസ്സാവുമെന്ന്. ആ സൺസെറ്റ് ദേ ഇവിടെയാണ്. അവിടുന്ന് ഞങ്ങളൊരു മലയാളി സ്റ്റുഡൻറ് റിസ്വാനെ പരിചയപ്പെട്ടു. ഇവന്റെ ട്രാവൽ കഥകൾ കേട്ടപ്പോഴാണ് ഞങ്ങളൊന്നും എവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലായത്. ടുഡേ ഇസ് ആ ലാസ്റ്റ് ഡേ ഇൻ ഉദയ്പൂർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഫേമസ് ആയിട്ടുള്ള ഹാത്തിപോൾ മാർക്കറ്റിൽ ചുമ്മാ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇപ്പം എത്ര സമയം? 8:30. നമുക്കൊരു 8:45 ഇവിടുന്ന് ഇറങ്ങാം. ഇത് വേണോ ഇത് വേണോ? ഇപ്പം എനിക്കിത് ഇഷ്ടമായി. അയ്യോ, ഇത് രസമുണ്ട് കേട്ടോ. പിന്നെ നേരെ ഹോസ്റ്റലിൽ പോയി ബാഗൊക്കെ എടുത്ത് ഇതേ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നു. ഞങ്ങൾ റിസ്വാനെയും കൂടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി. സോ ഇഫ് യു ആർ എ ഫീമെയിൽ സോളോ ട്രാവലർ, ടേക്ക് എ ട്രെയിൻ ആൻഡ് നോട്ട് എ ബസ്. ആൻഡ് വി ആർ ഓഫ് ടു ജയ്സൽമേർ. ബസ്സിലെ കഥയൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറയാം. അയ്യോ വെയിറ്റ്, ഫൈനലായിട്ട് ഉദയ്പൂരിനോട് ഗുഡ് ബൈ പറയുന്നതിന് മുന്നേ ഒരു റീക്യാപ്പ് കണ്ടാലോ. ഉദയ്പൂർ ഇസ് എ വെരി ട്രാവൽ ഫ്രണ്ട്ലി സിറ്റി. ബജറ്റ് സ്റ്റേസ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് തൊട്ടിട്ട് ലക്ഷറി സ്റ്റേസ് വരെ അവിടെ ഉണ്ട്. ആൻഡ് റിഗാർഡിംഗ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, നിങ്ങൾക്ക് സ്കൂട്ടി റെന്റ് ഔട്ട് ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ ചൂസിംഗ് എ കറക്റ്റ് ഹോസ്റ്റൽ ഓർ സ്റ്റേ, സിറ്റി പാലസ് ആൻഡ് ഹാത്തിപോൾ മാർക്കറ്റിലേക്കൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഇനിയും കുറെ കാണാനും അറിയാനും ഉണ്ട് ഈ സിറ്റിനെ പറ്റിയിട്ട്. എന്നാൽ പിന്നെ അതൊക്കെ കുറച്ച് അവിടെ ഇരിക്കട്ടെ അല്ലേ, എന്നല്ലേ തിരിച്ചു വരാൻ ഒരു എക്സൈറ്റ്മെന്റ് കാണും. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ ഉദയ്പൂർ. See you next time and thanks a lot for the memories.